എല്ലാവർക്കും നമസ്കാരം. വേ ടു സയൻസിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന ചാപ്റ്ററാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇലക്ട്രിക് മോട്ടോർ, അതുപോലെ തന്നെ മൂവിംഗ് കോയിൽ, ലൗഡ് സ്പീക്കർ എന്ന ഭാഗങ്ങളാണ്. അതുപോലെ വിലയിരുത്തം എന്ന സെക്ഷനും കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇലക്ട്രിക് മോട്ടോർ അഥവാ വൈദ്യുത മോട്ടോർ നമ്മൾ ദിവസേന യൂസ് ചെയ്യുന്ന ഫാൻ, മിക്സി, വാഷിംഗ് മെഷീൻ തുടങ്ങിയ എക്യുപ്മെൻറ്റ്സിലെല്ലാം തന്നെ ഒരു കറങ്ങുന്നൊരു പാർട്ടുണ്ട് അല്ലേ. ഇങ്ങനെ കറങ്ങാൻ സഹായിക്കുന്ന ഭാഗമാണ് ഇലക്ട്രിക് മോട്ടോർ എന്ന് പറയുന്നത്. മോട്ടോർ പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇലക്ട്രിക് മോട്ടോർ വർക്ക് ചെയ്യുന്നതും. ഇനി നമുക്ക് ഇലക്ട്രിക് മോട്ടോറിൻ്റെ പാർട്സുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. 2 മാഗ്നറ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഒന്നിൻ്റെ നോർത്ത് പോളും ഒന്നിൻ്റെ സൗത്ത് പോളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി XY എന്ന് പറയുന്ന മോട്ടോർ തിരിയുന്ന അക്ഷമാണ് XY എന്ന് പറയുന്നത്. ABCD എന്ന് പറയുന്നത് ആർമേച്ചറാണ്. B1 B2 എന്ന് പറയുന്ന ഗ്രാഫൈറ്റ് ബ്രഷുകളും R1 R2 എന്ന് പറയുന്നത് സ്പ്ലിറ്റ് റിങ്ങുകളുമാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഇലക്ട്രിക് മോട്ടോറിൻ്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്? 2 ധ്രുവങ്ങളുണ്ട്, നോർത്ത് പോൾ സൗത്ത് പോൾ. അതിനിടയിൽ ആർമേച്ചറുണ്ട്. B1 B2 എന്ന് പറയുന്ന ഗ്രാഫൈറ്റ് ബ്രഷുകളും സ്പ്ലിറ്റ് റിങ്ങുകളും ചേരുന്നതാണ് ഒരു ഇലക്ട്രിക് മോട്ടോർ എന്ന് പറയുന്നത്. ഇനി ആർമേച്ചർ എന്താണെന്ന് നോക്കാം. സ്വതന്ത്രമായി തിരിയത്തക്ക രീതിയിൽ തിരശ്ചീനമായി സ്ഥിതി ചെയ്യുന്നു. പച്ചിരുമ്പ് കോറിന് മുകളിൽ ചുറ്റിയ കമ്പിച്ചുരുളുകളാണ് ആർമേച്ചർ. ആർമേച്ചർ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് അയൺ കോറിൻ്റെ മുകളിൽ ചുറ്റിയ കമ്പിച്ചുരുളുകളെയാണ് നമ്മൾ ആർമേച്ചർ എന്ന് പറയുന്നത്. ഇതിനെ XY അക്ഷത്തിൽ ദൃഢമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ABCD എന്ന് പറയുന്നതാണ് ഇവിടെ ആർമേച്ചർ എന്ന് നമുക്കറിയാം. അപ്പോൾ കറണ്ടിൻ്റെ ഫ്ലോ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ AB എന്ന് പറയുന്ന സൈഡിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് മുകളിലേക്കാണ്. എന്നാൽ CD എന്ന് പറയുന്ന സൈഡിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് നേരെ താഴേക്കുമാണ്. അപ്പോൾ നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ AB എന്ന് പറയുന്ന സൈഡിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? അതുപോലെ തന്നെ CD എന്ന് പറയുന്ന സൈഡിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും എന്നാണ് നമുക്കൊന്ന് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ AB എന്ന് പറയുന്ന സൈഡിൽ കറണ്ട് മുകളിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരം ചൂണ്ടുവിരൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലും നടുവിരൽ കറണ്ടിൻ്റെ ഡയറക്ഷനുമായിട്ട് നമ്മൾ ഡയറക്റ്റ് ചെയ്ത് വെച്ചാൽ, മ്യൂച്വലി പെർപെൻഡിക്കുലറായിട്ട് ഡയറക്റ്റ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ തമ്പാണ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ തരുന്നത്. അപ്പോൾ AB എന്ന് പറയുന്ന സൈഡിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ മുകളിലേക്കാണ്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ലെഫ്റ്റ് ടു റൈറ്റും ആണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ AB എന്ന് പറയുന്ന സൈഡിൽ നേരെ താഴോട്ടായിരിക്കും. അപ്പോൾ ഇനി CD എന്ന് പറയുന്ന സൈഡിൽ കറണ്ട് താഴേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. ഇവിടെ നടുവിരൽ താഴേക്ക് വെക്കുക, ചൂണ്ടുവിരൽ ലെഫ്റ്റിലേക്കും വെക്കുക. അങ്ങനെയാണെങ്കിൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മളിലേക്ക് അടുക്കുന്നതായിട്ടായിരിക്കും. ഫിഗർ 2.12 പ്രകാരം പറയുകയാണെങ്കിൽ CD എന്ന് പറയുന്ന സൈഡിൻ്റെ നേരെ മുകളിലേക്കായിരിക്കും ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൈഡിൽ AB എന്ന് പറയുന്ന സൈഡിൽ ഫോഴ്സ് താഴോട്ടും CD എന്ന് പറയുന്ന സൈഡിൽ ഫോഴ്സ് മുകളിലേക്കുമാണ്. സ്വാഭാവികമായിട്ടും ആ ആർമേച്ചറിനെ ഒന്ന് ലെഫ്റ്റിലേക്കൊന്ന് കറക്കുക അല്ലേ. അങ്ങനെ കറങ്ങുന്ന സമയത്ത് സ്പ്ലിറ്റ് റിങ്ങിൻ്റെ R2 എന്ന് പറയുന്ന റിങ് B1 എന്ന് പറയുന്ന ബുഷിൽ വന്ന് ടച്ച് ചെയ്യും. ആ സമയത്ത് ഇതിൻ്റെ പൊളാരിറ്റിക്ക് എന്ത് സംഭവിക്കും? ഇപ്പോൾ R2 എന്ന് പറയുന്ന റിങ് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് B1 എന്ന് പറയുന്ന ബുഷിലേക്ക് വന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ R2വിൻ്റെ പൊളാരിറ്റി എന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ സ്വാഭാവികമായിട്ടും ചേഞ്ച് ചെയ്യും. R1 എന്ന് പറയുന്ന റിങ് B2 ബുഷിൽ ചെന്ന് ടച്ച് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ പൊളാരിറ്റിയും R1ൻ്റെ പൊളാരിറ്റിയും മാറുന്നു. അങ്ങനെ ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുകയും ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മളിവിടെ ഒരു DC പവർ സപ്ലൈ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ബാറ്ററിയിൽ നിന്നല്ലേ കണക്ഷൻ പോയിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു DC ഇലക്ട്രിക് മോട്ടോർ എന്നും നമ്മൾ പറയാറുണ്ട്. അടുത്തത് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ആണ്. XY എന്ന ആക്സിസിന് ചുറ്റിനുമാണ് ഈ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ മോട്ടോറിൻ്റെ ഭ്രമണം തുടർച്ചയായി നിലനിൽക്കണമെങ്കിൽ ആർമേച്ചറിലൂടെയുള്ള വൈദ്യുത പ്രവാഹ ദിശ തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കണം. ഓരോ അർദ്ധഭ്രമണത്തിന് ശേഷവും സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹ ദിശ മാറ്റാൻ സഹായിക്കുന്നതാണ് സ്പ്ലിറ്റ് റിങ്ങുകൾ. അതിനാൽ ഇതിനെ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്നും പറയാറുണ്ട്. ഒരു റിങ്ങിനെ അവിടെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്? ആർമേച്ചറിലൂടെയുള്ള വൈദ്യുത പ്രവാഹ ദിശ മാറ്റാൻ സഹായിക്കുന്നത് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററുകളാണ്. ഓരോ അർദ്ധഭ്രമണത്തിന് ശേഷവും സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹ ദിശ മാറ്റാൻ സഹായിക്കുന്നത് സ്പ്ലിറ്റ് റിങ്ങുകളാണ്. അതിനാൽ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ന്. അടുത്തതാണ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ അഥവാ ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ എന്ന് പറയുന്നത്. ഇതിൻ്റെ പാർട്ടുകൾ എന്തൊക്കെയാണെന്നൊന്ന് പഠിച്ചു വെച്ചേക്കുക. പച്ചിരുമ്പ് കവചമുണ്ട്, ഒരു ഡയഫ്രം ഉണ്ട്,
കൂടാതെ വോയിസ് കോയിൽ, പച്ചിരുമ്പ് കോർ, കണക്റ്റിംഗ് വയർ, ഫീൽഡ് കാന്തം, ഇത്രയുമാണ് ലൗഡ് സ്പീക്കറിൻ്റെ, മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിൻ്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ലൗഡ് സ്പീക്കറിനെ നെടുകനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഈ ഫിഗറിൽ കാണാൻ പറ്റുന്നത്. ഈ ഫിഗറിൽ നോക്കുക, ഫീൽഡ് കാന്തങ്ങൾക്കിടയിലാണ് വോയിസ് കോയിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വോയിസ് കോയിൽ സ്ഥിതി ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിനുള്ളിലാണെന്ന് നമുക്ക് പറയാം. ഇനി ഡയഫ്രം ഏതു ഭാഗവുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ വോയിസ് കോയിലുമായിട്ടാണ് ഡയഫ്രം ബന്ധിപ്പിച്ചിരിക്കുന്നത്. വോയിസ് കോയിലിലേക്ക് വൈദ്യുതി എത്തുന്നത് മൈക്രോഫോണിൽ നിന്നാണ്. മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ വോയിസ് കോയിലിൽ ഒരു ഫോഴ്സ് അനുഭവപ്പെടുകയും വോയിസ് കോയിലിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതിന് മുന്നോട്ടും പിറകോട്ടും ഒരു വൈബ്രേഷൻ, ഒരു ടു ആൻഡ് ഫ്രോ വൈബ്രേഷൻ വോയിസ് കോയിലിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. നമ്മൾ മൈക്രോഫോണിലൂടെ സംസാരിക്കുന്ന സമയത്ത് സൗണ്ട് വേവ്സിനെ ഇലക്ട്രിക്കൽ പൾസസ് ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ആ ഇലക്ട്രിക്കൽ പൾസസ് വീക്ക് ആണെന്നുണ്ടെങ്കിൽ അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആംപ്ലിഫയറിലൂടെ കടത്തിവിടുന്നു. ആംപ്ലിഫയറിലൂടെ കടന്നു വരുന്ന ഇലക്ട്രിക്കൽ പൾസസ് സ്ട്രെങ്തൻ ചെയ്തിട്ടുള്ള ഇലക്ട്രിക്കൽ പൾസസ് ആയിരിക്കും. അതിനെ പിന്നീട് ലൗഡ് സ്പീക്കറിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലൗഡ് സ്പീക്കറിലെത്തുമ്പോൾ ഈ ഇലക്ട്രിക്കൽ പൾസസ് സൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്തു വരുന്നു. മൈക്രോഫോണിൽ നിന്നെത്തുന്ന വൈദ്യുത സ്പന്ദനങ്ങളെ ആംപ്ലിഫയർ ഉപയോഗിച്ച് ശക്തിപ്പെടുത്തി ലൗഡ് സ്പീക്കറിന്റെ വോയിസ് കോയിലിലൂടെ കടത്തിവിടുന്നു. ഈ വൈദ്യുത സ്പന്ദനങ്ങൾക്കനുസൃതമായി കാന്തിക മണ്ഡലത്തിലിരിക്കുന്ന വോയിസ് കോയിൽ മുന്നോട്ടും പിറകോട്ടും അതിവേഗം ചലിക്കുന്നു. ഈ ചലനങ്ങൾ ഡയഫ്രത്തെ ചലിപ്പിക്കുകയും ശബ്ദം പുനഃസൃഷ്ടിക്കുകയും ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് ആ വോയിസ് കോയിലിന് വൈബ്രേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ വൈദ്യുതിയും കാന്തികതയും തമ്മിലുള്ള ബന്ധം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അതിന് 2 ഉദാഹരണങ്ങളാണ് നമ്മൾ ഇലക്ട്രിക് മോട്ടറും മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറും പഠിച്ചത്. രണ്ടും മോട്ടോർ പ്രിൻസിപ്പളിൻ്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസുകളാണ്. നമുക്ക് വിലയിരുത്താം എന്ന സെക്ഷനിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു കാന്തസൂചിയുടെ താഴെ കൂടി തെക്കുനിന്ന് വടക്കോട്ട് ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നു. ക്വസ്റ്റ്യൻ്റെ എ പാർട്ടിലെ ചോദ്യം ഇതാണ്. കാന്തസൂചിയുടെ ഉത്തര ധ്രുവം ഏത് ദിശയിലാണ് തിരിയുക? ഈസ്റ്റേൺ ഡയറക്ഷൻ, കിഴക്കോട്ടായിരിക്കും കാന്തസൂചിയുടെ ഉത്തര ധ്രുവം ചലിക്കുന്നത്. ഏത് നിയമം പ്രയോജനപ്പെടുത്തിയാണ് ഈ നിഗമനത്തിൽ എത്തിച്ചേർന്നത്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചിട്ടാണ്. തെക്ക് നിന്ന് വടക്കോട്ടാണ് ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തമ്പ് വടക്കോട്ടാക്കി പിടിക്കുക, ഡയറക്റ്റ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള ഫിംഗേഴ്സ് ഏത് ഡയറക്ഷനിലാണോ ചുറ്റുന്നത് ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈസ്റ്റേൺ ഡയറക്ഷനാണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആ ഡയറക്ഷൻ കണ്ടുപിടിച്ചത്. ഇനി നിയമം പ്രസ്താവിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു നിയമം? തള്ളവിരൽ വൈദ്യുത പ്രവാഹ ദിശയിൽ വരത്തക്ക രീതിയിൽ ചാലകത്തെ വലതു കൈകൊണ്ട് പിടിക്കുന്നതായി സങ്കല്പിച്ചാൽ ചാലകത്തെ ചുറ്റിപ്പിടിച്ച മറ്റു വിരലുകൾ കാന്തമണ്ഡലത്തിൻ്റെ ദിശയിലായിരിക്കും. ഡി പാർട്ട്, ചാലകത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹം കിഴക്ക് പടിഞ്ഞാറ് ദിശയിലായാൽ കാന്തസൂചിയുടെ വിഭ്രംശത്തെക്കുറിച്ച് നിങ്ങളുടെ ഊഹം എന്താണ്? കാരണം വിശദമാക്കുക. ഇവിടെ കറണ്ടിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് കിഴക്ക് പടിഞ്ഞാറ് ദിശയിലെന്നാണ് പറഞ്ഞിരിക്കുന്നത്, കിഴക്ക് നിന്ന് പടിഞ്ഞോട്ട്. അപ്പോൾ നമ്മൾ വെസ്റ്റേൺ ഡയറക്ഷനിൽ നമ്മുടെ തമ്പ് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫിംഗേഴ്സ് എല്ലാം ഏത് ഡയറക്ഷനിലാണ് ചുറ്റുന്നത്? ഏത് ഡയറക്ഷനിലേക്ക് കാണിക്കുന്നത്? നോർത്തേൺ ഡയറക്ഷനിലേക്കായിരിക്കും. നമ്മൾ സിംപ്ലി ഒന്ന് പിടിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്തേൺ ഡയറക്ഷനാണ്. അവിടെ നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ തന്നെ യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ ചോദ്യം, ഒരു സോളിനോയിഡിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോഴുണ്ടാകുന്ന ധ്രുവത എങ്ങനെ കണ്ടെത്താം? വൈദ്യുതവാഹിയായ സോളിനോയിഡിന് ചുറ്റുമുള്ള കാന്തശക്തി വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുക. സോളിനോയിഡിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചത് ഒരു എൻഡിൽ കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോളിനോയിഡിൻ്റെ ഒരു എൻഡിൽ കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ എൻഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആ എൻഡിലെ പൊളാരിറ്റി എന്ന് പറയുന്നത് സൗത്ത് പൊളാരിറ്റിയും ഓപ്പോസിറ്റ് എൻഡിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കുള്ള പൊളാരിറ്റി നോർത്ത് പൊളാരിറ്റിയുമായിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത് പൊളാരിറ്റിയും ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നോർത്ത് പൊളാരിറ്റിയും. ഓക്കെ, ഇനി സോളിനോയിഡിന് ചുറ്റിനുമുള്ള കാന്തിക ശക്തി വർദ്ധിപ്പിക്കാനുള്ള മാർഗ്ഗങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻക്രീസ് നമ്പർ ഓഫ് ടേൺസ്, ആ സോളിനോയിഡിൻ്റെ ചുറ്റുകളുടെ എണ്ണം കൂട്ടുക. ഇൻക്രീസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി, തീവ്രത കൂട്ടിക്കൊടുക്കുക. ഇനി ഇൻട്രൊഡ്യൂസിങ് സോഫ്റ്റ് അയൺ കോർ, സോളിനോയിഡിനുള്ളിലേക്ക് ഒരു പച്ചിരുമ്പ് കഷ്ണം വെച്ച് കൊടുക്കുക.
ഇൻക്രീസിങ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് കോർ. ആ കോറിൻ്റെ നമ്മുടെ സോഫ്റ്റ് അയൺ കോറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻക്രീസ് ചെയ്യിപ്പിച്ചുകൊണ്ടും നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂട്ടാവുന്നതാണ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു കവചിത ചാലകം AB ഒരു ചുരുളാക്കി വെച്ചിരിക്കുന്ന ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലൂടെ എയിൽ നിന്ന് ബിയിലേക്ക് വൈദ്യുതി പ്രവഹിക്കുന്നു എന്ന് കരുതുക എങ്കിൽ എ പാർട്ട് ചോദ്യം, AB എന്ന ചാലകത്തിലെ ഇലക്ട്രോണുകളുടെ പ്രവാഹ ദിശ എപ്രകാരമായിരിക്കും? എപ്പോഴും കറണ്ട് ഒഴുകുന്ന ദിശ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഒഴുകുന്ന ദിശയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ കറണ്ട് AB എന്ന ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇലക്ട്രോണുകൾ ബിയിൽ നിന്ന് എ എതിർ ദിശയിലായിരിക്കും ഒഴുകുന്നത്. ഇനി ബി എന്ന് പറയുന്ന പാർട്ട്, AB എന്ന ചാലകത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ കണ്ടെത്താൻ കഴിയുമോ? ഇതിനു സഹായകമായ നിയമം പ്രസ്താവിക്കുക. അപ്പം നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റും. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് കണ്ടുപിടിക്കാൻ കഴിയും. ഇനി സി പാർട്ട്, കമ്പിച്ചുരുളിനുള്ളിൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് വിശദമാക്കുക. AB എന്ന് പറയുന്ന കോയിലിലൂടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ നമുക്കറിയാം അതിൻ്റെ പൊളാരിറ്റി നമ്മൾ സൗത്ത് ആയിട്ട് കൺസിഡർ ചെയ്യണം. അങ്ങനെ സൗത്ത് പൊളാരിറ്റിയാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ കമ്പിച്ചുരുളിനുള്ളിൽ, അതായത് ആ കോയിലിനുള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും ഇൻ ടു ദ കോയിലായിരിക്കും എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. വൈദ്യുതി പ്രവഹിക്കുന്ന AB എന്ന ചാലകത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ അടയാളപ്പെടുത്തിയിരിക്കുന്നു. മാക്സ്വെല്ലിൻ്റെ വലംപിരി സ്ക്രൂവിൻ്റെ അടിസ്ഥാനത്തിൽ വൈദ്യുതി പ്രവാഹ ദിശ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മാക്സ്വെല്ലിൻ്റെ വലംപിരി സ്ക്രൂ എന്ന് പറയുമ്പോഴത്തേക്ക് അത് വലത്തോട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഉള്ളിലേക്ക് കയറും അല്ലേ, മുന്നോട്ടത് നീങ്ങും, ടൈറ്റ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇടത്തേക്ക് തിരിക്കുമ്പോഴത്തേക്ക് അത് പുറകോട്ട് വന്ന് ലൂസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഹെഡിൻ്റെ മൂവ്മെൻ്റ് ആണ് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തരുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അതായത് ആ സ്ക്രൂവിൻ്റെ ഹെഡ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യേണ്ടത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇടത്തോട്ടാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ സ്ക്രൂ എന്തായിരിക്കും? ലൂസായി വരിക ചെയ്യുക, അത് പുറകിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സ്ക്രൂ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ ബിയിൽ നിന്ന് എയിലേക്കായിരിക്കും. ഇനി ഈ സ്ക്രൂവിനെ തന്നെ ഞാൻ കൊണ്ടുപോയി ബി എന്ന് പറയുന്ന ഭാഗത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ മാറ്റം വരിക? അവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഹെഡാണ്, ഹെഡിൻ്റെ റൊട്ടേഷനാണ് തരുന്നത്, അത് ക്ലോക്ക് വൈസ് ആക്കി കൊടുക്കുന്നു നമ്മൾ. അപ്പോഴും സ്ക്രൂവിൻ്റെ ടിപ്പ് മൂവ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? B to A എന്ന് പറയുന്ന ഡയറക്ഷനിലാണ്. ഓക്കെ, അപ്പോൾ ആ സ്ക്രൂവിനെ വലതുവശത്ത് വെച്ചാലും ഇടതുവശത്ത് വെച്ചാലും നമ്മളെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് സ്ക്രൂവിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കറണ്ടിൻ്റെ ഫ്ലോ എപ്പോഴും ബിയിൽ നിന്ന് എയിലേക്ക് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. വളരെ നീളം കൂടിയ ഒരു സോളിനോയിഡിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നു. സോളിനോയിഡിനുള്ളിലെ കാന്തിക മണ്ഡലത്തിൻ്റെ അളവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായത് കണ്ടെത്തി എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എല്ലാ ബിന്ദുക്കളിലും ഒരേ അളവിലായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ സോളിനോയിഡിനുള്ളിലൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് എല്ലാ പോയിന്റിലും, കോയിലിനുള്ളിലെ എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ പുറത്തോട്ട് നോക്കി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ഭാഗത്ത് നൾ പോയിൻ്റ് ആണ്, അതായത് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കുന്നില്ല. കുറച്ചുകൂടെ മാറിക്കഴിയുമ്പോൾ വീണ്ടും മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കുന്നുണ്ട്. പക്ഷേ സോളിനോയിഡിനുള്ളിൽ ഏത് പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്താലും അവിടെയെല്ലാം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ഒരുപോലെ തന്നെയാണ്. ഇനി നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒരു കാന്തിക മണ്ഡലത്തിലൂടെയുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാര ദിശ അടയാളപ്പെടുത്തിയിരിക്കുന്നു. കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനത്താൽ ഇലക്ട്രോണിൽ അനുഭവപ്പെടുന്ന ബലത്തിൻ്റെ ദിശ പേപ്പറിനുള്ളിലേക്കുള്ള ദിശയാണ്. ഈ പ്രസ്താവന ശരിയോ? ഫ്ലെമിങ്ങിൻ്റെ ഇടതുകൈ നിയമത്തിൻ്റെ സഹായത്താൽ വിശദമാക്കുക. ഇവിടെ ഇലക്ട്രോണിൻ്റെ ദിശ നേരെ താഴേക്കാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, മുകളിലേക്കായിരിക്കും കറണ്ടിൻ്റെ ദിശ എപ്പോഴും വരുന്നത്. അതായത് ഇവിടെ കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരം തമ്പ് തരുന്നതാണ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ, ചൂണ്ടുവിരല്ല ഫോർ ഫിംഗർ തരുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും കറണ്ടിൻ്റെ ഡയറക്ഷൻ തരുന്നത് മിഡിൽ ഫിംഗറാണ്, നടുവിരലാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ തരുന്നത്. ഇവ മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്കി പിടിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇൻ ടു ദ പേപ്പർ ആണ് എന്നുള്ളത്.
അടുത്തത് 7ാമത്തെ ചോദ്യമാണ്. ചാലക വലയത്തിന് ചുറ്റുമുണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ തീവ്രതയുമായി ബന്ധപ്പെട്ട പരീക്ഷണത്തിൽ ചാലക വലയം തെക്ക് വടക്ക് ദിശയിൽ വെച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചല്ലോ. ഇതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം ഭൂമിയും ഒരു വലിയ മാഗ്നറ്റായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ എക്സ്പെരിമെൻറ്റിനെ പ്രതികൂലമായി ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് നമ്മൾ സൗത്ത് നോർത്ത് ഡയറക്ഷനിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അടുത്ത 8ാമത്തെ ചോദ്യമാണ്. ഒരു DC മോട്ടോറിൽ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററിൽ അർദ്ധവളയങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ആവശ്യകത എന്ത്? മോട്ടോറിൻ്റെ ഭ്രമണം തുടർച്ചയായി നിലനിൽക്കണമെങ്കിൽ ആർമേച്ചറിലൂടെയുള്ള വൈദ്യുത പ്രവാഹ ദിശ തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കണം. ഓരോ അർദ്ധഭ്രമണത്തിനു ശേഷവും സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹ ദിശ മാറ്റാൻ സഹായിക്കുന്നത് സ്പ്ലിറ്റ് റിങ്ങുകളാണ്. അതിനാൽ ഇതിനെ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്നും പറയാറുണ്ട്. അപ്പോൾ സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹ ദിശ മാറ്റാൻ സഹായിക്കുന്നതാണ് സ്പ്ലിറ്റ് റിങ്ങുകൾ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ മോട്ടോറിൻ്റെ ഭ്രമണം തുടർച്ചയായി നിലനിൽക്കുകയുള്ളൂ. അടുത്തത് 9ാമത്തെ ചോദ്യമാണ്. വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു സോളിനോയിഡിനെ വലിച്ച് ചുരുളുകൾ തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കുന്നു. ഇതിൻ്റെ കാന്തിക ശക്തിയിൽ എന്ത് മാറ്റം വരും വിശദമാക്കുക. അപ്പം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കുറയുകയാണ് ചെയ്യുന്നത്. കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഒരു യൂണിറ്റ് ഏരിയയിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കുറയുന്നു. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്തും അതിൻ്റെ അനുസരിച്ച് കുറയുകയാണ് ചെയ്യുന്നത്. അടുത്തത് 10ാമത്തെ ചോദ്യമാണ്. മോട്ടോർ തത്വം പ്രസ്താവിക്കുക. ചാലകത്തിലെ വൈദ്യുത പ്രവാഹ ദിശയും കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയും ഒന്നു തന്നെയായാൽ ചാലകത്തിൻ്റെ ചലനം എപ്രകാരമായിരിക്കും? മോട്ടോർ തത്വം എന്തായിരുന്നു? ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വതന്ത്രമായി ചലിക്കാവുന്ന ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ചാലകത്തിൽ ഒരു ബലം ഉളവാകുകയും അത് ചലിക്കുകയും ചെയ്യുന്നു എന്നതായിരുന്നു മോട്ടോർ തത്വം. ഇനി ചാലകത്തിലെ വൈദ്യുത പ്രവാഹ ദിശയും കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയും ഒന്നു തന്നെയായാൽ ചാലകത്തിൻ്റെ ചലനം എപ്രകാരമായിരിക്കും? ചാലകത്തിന് ചലനമൊന്നും ഉണ്ടാവില്ല. കണ്ടക്ടർ വിൽ നോട്ട് മൂവ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഈ ചാപ്റ്റർ നമ്മൾ തീർത്തിരിക്കുകയാണ്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെങ്കിൽ, ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്